കൊച്ചി കോർപ്പറേഷൻ 32ാം ഡിവിഷൻ ദേവൻകുളങ്ങര NDA സ്ഥാനാർത്ഥി ശാന്ത വിജയൻ. മാലിന്യ സംസ്കരണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള പദ്ധതികൾ, എല്ലാ വീടുകളിലും സൗരോർജ്ജം, മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം, വെള്ളക്കെട്ടിന് പരിഹാരം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളാണ് മുന്നിൽ കാണുന്നത്. ശാന്ത വിജയൻ നമ്മളോട് സംസാരിക്കുന്നു. 32ാം ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് കൗൺസിലറുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത്തവണ വളരെ നല്ല രീതിയിൽ കുറേ കൂടെ വിപുലീകരിച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് വീണ്ടും ഞാനൊരു കാൻഡിഡേറ്റായിട്ട് നിങ്ങളുടെ 32ാം ഡിവിഷനിലെ ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാലിന്യ പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ള ഗതാഗതം, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു വലിയ തോടുണ്ട്, വാടത്തോടെന്ന് പറഞ്ഞുകൊണ്ട്. ആ തോടിലൂടെയാണ് മെയിനായിട്ട് ഈ ഡിവിഷനിലെ എല്ലാ വെള്ളങ്ങളും, മഴ പെയ്താലുള്ള ആ മഴവെള്ളങ്ങളെല്ലാം പോകുന്നത് ആ തോടിലൂടെയാണ്. അപ്പോൾ മഴക്കാലത്ത് ഈ തോടിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ആധിക്യം അത് അതിൻ്റെ സമീപത്തിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ തോട് വളരെ വിസ്താരമുള്ള ഒരു തോടായതുകൊണ്ട് അത് മിക്ക സ്ഥലങ്ങളിലും അത് തുറന്നാണ് കിടക്കുന്നത്. അങ്ങനെ തുറന്നു കിടക്കുമ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന കൊതുക് ശല്യം ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വാടത്തോട് എന്ന് പറയുന്നത് ഈ ഡിവിഷനിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഒരു തോടായതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരു നടപ്പാത പോലെ ഈ തോടിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് അത് കവർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് ഈ 2 വീലേഴ്സ് അതുപോലെ ജനങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു നടപ്പാതയാക്കിയിട്ട് മാറ്റുവാനായിട്ടും നമ്മൾക്ക് കഴിയുന്നതാണ്. പക്ഷേ അതിന് വേണ്ടതായ ഫണ്ടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേഷൻ്റെ പരിധിയിൽ നിന്നും കൊണ്ട് അത് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ NDAയിലെ ഒരു സ്ഥാനാർത്ഥിയായി നിന്നും കൊണ്ട് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും കൂടെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. പിന്നെ മറ്റുള്ള ദൈനംദിന ജനങ്ങളുടെ കാര്യങ്ങളായിട്ടുള്ള ഈ കുടിവെള്ളം, അതുപോലെ റോഡ്, ഗതാഗത സൗകര്യം, വഴിവിളക്കുകൾ അങ്ങനെയുള്ളതെല്ലാം ഒരുവിധം എല്ലാം പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും അതും കുറച്ചുകൂടെയൊക്കെ ചെയ്യുവാനായിട്ടുണ്ട്. അതും കൂടെ നല്ല രീതിയിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ ജനങ്ങൾക്ക് കഴിയണം എന്നുള്ള ഒരു വിശ്വാസവും കൂടെ ഉണ്ട്. ആ വിശ്വാസം ഊന്നിപ്പിടിച്ചും കൊണ്ടാണ് വീണ്ടും ഞാൻ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സാധാരണ നമ്മളുടെ ഒരു പ്രാദേശിക സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്നെക്കൊണ്ട് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയും, അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിൽ കൂടെയാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്.